ക്യാൻവാസിങ് ബേസ് ചെയ്ത് വണ്ണാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കാളെ കണ്ടില്ല, കാളയും പശു. ഞാൻ എൻ്റെ ഫോട്ടോ കാണിക്കും, വീഡിയോസ് നോക്കിയേ. എത്ര വലിയ സൈസാണത് നോക്കിയേ, വലിയ. ഇത് രണ്ടെണ്ണം, ഇത് പശുവാണ്, വെള്ള പശു. പക്ഷേ അവളുമാർ ഭയങ്കര സൈസാണ്. പാല് കുറവ്, ഇവർക്കെല്ലാം കൂടി വന്നാൽ 1 ലിറ്റർ 2 ലിറ്റർ പാലേ ഉള്ളൂ. പക്ഷേ മാംസം ഇഷ്ടത്തിനുണ്ട്. ഒരെണ്ണത്തിന് എങ്ങനെ പോയാലും 60,000-70,000 രൂപ കിട്ടും. ഇതിനെ ഇപ്പം ബക്രീദ് സമയമാകുമ്പോൾ എല്ലാവരും ഇതിൽ അറക്കാൻ കൊടുക്കും. അതുകൊണ്ട് എല്ലാം വെള്ള കളറാണ്. കാളയും പശു എല്ലാം സെയിം കളറാണ്, വെള്ള കളറും. ചുമ്മാ അങ്ങ് പോകും. അതുകൊണ്ടാണ് അതുകൊണ്ട് അവിടുന്ന് വരുന്നുണ്ട് കേട്ടോ, അവിടുന്ന് ഒരു സെറ്റ് ഗ്യാങ് വരുന്നുണ്ട്. അതിനകത്ത് ബ്രൗൺ കളറും ഉണ്ട്. അത് ഞങ്ങളുടെ സ്കൂൾ ബസ്സാണ് കിടക്കുന്നത്. അതിൻ്റെ കൂടെ അപ്പുറത്തുനിന്ന് ഒരു സെറ്റ് ആടുകൾ വരുന്നുണ്ട്, ആട്. അപ്പോൾ ഇത് നമ്മൾ പറയുന്നു, ഗവൺമെൻറ് എന്ന് പറയുന്നതല്ല പശുവിനെ അറക്കാൻ പാടില്ല, അല്ലെ മാടിനെ അറക്കാൻ പാടില്ല. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ദൈവം ഭൂമിയിൽ ഇതുങ്ങളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് തിന്നുന്നതിന് വേണ്ടിയാണ്, മനുഷ്യൻ്റെ ആഹാരത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിനെ കഴിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ഇതിനെ കൊണ്ട് ഉപജീവനം നടത്തുന്ന എത്രയോ ആളുകളുണ്ട്. ഇതിനെ വിറ്റ് കാശാക്കി അതിനെ ആ കാശ് മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി എത്രയോ ആളുകൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിലും കൽക്കട്ടയിലൊക്കെ ഇഷ്ടത്തിന് ഇതുണ്ട്. ഇതിനെയൊക്കെ ആരും മേടിച്ചില്ലെങ്കിൽ അവരുടെ ആളുകളുടെ ഉപജീവന മാർഗത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ലയോ. കാര്യം ഒരെണ്ണത്തിന് 60,000-70,000 രൂപയ്ക്കൊക്കെയാണ് ഇവർ മേടിച്ചുകൊണ്ട് പോയി അറക്കാൻ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ മാംസം തിന്നുന്നവർ തിന്നട്ടെ. എൻ്റെ കൺസെപ്റ്റിൽ അതാണ് ഞാൻ പറയുന്നത്. ദൈവം, നമ്മളിതിനെയൊക്കെ ദൈവമായിട്ട് കാണുന്നത്, ലോകത്തുള്ള എല്ലാത്തിനെയും നമ്മൾ ദൈവമായിട്ട് തന്നെയാണ് കാണുന്നത്. എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ ദൈവമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിനുള്ളൊരു ഫുഡ് സൈക്കിളുണ്ട്. മാംസാഹാരം ഭക്ഷിക്കുന്ന മൃഗങ്ങളും മനുഷ്യരും ഒക്കെ സസ്യാഹാരം ഭക്ഷിക്കുന്നവരെ കഴിക്കുവാണ്. ഇതാണ്ട ആട്, ചെമ്മരിയാടും ഉണ്ട്, കോലാടും ഉണ്ട്. അതുകൊണ്ട് അടിപൊളി. ഇവനെ ഏകദേശം ഇവർക്ക് ഒരാളിന് ഒരു 8,000 രൂപ, ഇവനൊക്കെ ഒരു 12,000 രൂപ കിട്ടും. അവനൊരു 12 വരും. അവർക്കൊക്കെ 8,000-7,000 കിട്ടും. അപ്പം ഇതിനെ കഴിക്കുന്ന ആളുകൾ കഴിക്കട്ടെ. മാംസാഹാരം കഴിക്കുന്ന, ഇപ്പം നമ്മുടെ മുസ്ലിം ഫെസ്റ്റിവലിന് മൊത്തം ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാം ഫെസ്റ്റിവൽ ടൈമിൽ ഇതിൻ്റെ മാംസം കഴിക്കുന്നുണ്ട്. ഗോമാംസം, പശുവിൻ്റെയും കാളയുടെ ഒക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിക്കാതെ ഇതിനെ കൊല്ലാതെ പിന്നെ ഇതുങ്ങളുടെ ഈ ഒരു ഫീൽഡിലുള്ളവർ ആ മേഖലയിലെ ബിസിനസ് തകരുമല്ല അവിടെ ചെയ്യുന്നത്. ഇപ്പം കുറേ ഇത് കഴിക്കുന്ന ആൾ, ഉദാഹരണത്തിന് ഇപ്പം മുസ്ലിംസാണ്, നമ്മൾ മജോറിറ്റി മുസ്ലിംസാണ് ഇത് കഴിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ മേടിക്കുന്നില്ല, നിങ്ങളുടെ ഗോമാതാവാണ്, ഞങ്ങൾ അറക്കുന്നില്ല, ഞങ്ങളിത് കഴിക്കുന്നില്ല, നിങ്ങൾ വേറെ മാർഗം നോക്കൂ, ഞങ്ങൾ കാളെ മാത്രം മേടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കോടിക്കണക്കിന് ഈ ആനുവലിനെ, ഈ മൃഗത്തിനെ ആര് മേടിക്കും? ഇത് നഷ്ടമില്ലയോ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞൊരു തെറ്റായ കാര്യം തന്നെയാണ്. നമുക്ക് ഇപ്പം ഓച്ചിറ ചെന്ന് കഴിഞ്ഞാൽ കാള ഇഷ്ടത്തിനുണ്ട്, ഓച്ചിറ കാള. അപ്പോൾ അത് ദൈവത്തിൻ്റെ, ശിവൻ്റെ വാഹനമായിട്ട് കരുതുന്നതാണ്. അപ്പോൾ അതിനെ കൊല്ലരുതെന്ന് പറയുക അല്ല, അതൊക്കെ ഞാൻ നോക്കിയിട്ട് അതിനെ നമ്മൾ ആഹാരം കഴിക്കുന്നവർക്ക് ഏത് ആഹാരത്തിനും കഴിക്കുന്നവർക്ക് കഴിക്കാം, കഴിക്കണ്ടാത്തവർക്ക് കഴിക്കണ്ട. പക്ഷേ ഞങ്ങളിത് കഴിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോട് നമ്മൾ യോജിക്കുന്നില്ല. കാര്യം ഈ മേഖലയിൽ ഇതിനെ കൊണ്ട് ജീവിക്കുന്ന, ജീവിതമാർഗം കാണുന്ന ധാരാളം ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവരുടെ ജീവിതമാർഗ്ഗമല്ലേ ഇത്, അവരുടെ ജീവിതമാർഗ്ഗം തകരുമല്ലേ ചെയ്യുന്നത്. ഇതിനെ ആരും മേടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ഇത്രയും നഷ്ടമല്ല അവർക്കുണ്ടാകുന്നത്. ഇപ്പം ഇതാണ് ഈ ബക്രീദ് സമയത്ത് ഇതിൻ്റെ ഒരു സെയിൽ നടന്നില്ലെങ്കിൽ എത്ര ലക്ഷമാണ് ഒരാൾ ഒരു പശുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 70,000 രൂപ 80,000 രൂപ വില കിട്ടും. ഈ സാധനം നോക്കി, ഇതിൻ്റെ ഇത്ര സൈസിനെ എത്ര കാണും അത്? ഏകദേശം 300 കിലോ 200 കിലോ 300 കിലോ ഉള്ള സാധനമാണിത്. അപ്പോൾ ഇതിനെയൊക്കെ മേടിക്കാൻ ആളില്ലെങ്കിൽ ഇത് ഇത്രയും ആളുകൾക്ക് നഷ്ടമില്ലയോ? അപ്പോൾ അതിൻ്റെ ബിസിനസ് പാടില്ല എന്ന് പറയുന്നതിനോട് നമ്മൾ എങ്ങനെയാണത് യോജിക്കാൻ പറ്റുന്നത്? അത് കഴിക്കുന്നവർ കഴിക്കട്ടെ, കഴിക്കേണ്ടാത്തവർ കഴിക്കണ്ട. അത് നമ്മളെ പിന്നെ അതിനെ മൃഗീയമായ രീതിയിൽ കൊല്ലണ്ട. അതിനുള്ള സ്ലാട്ടറിങ് ഏരിയകളുണ്ട്, അവിടെ അതിനെ നിയമപരമായ രീതിയിൽ തന്നെ അതിനെ കൊല്ലുക, കൊന്ന് അതിനെ അറുത്തിട്ട്
അതിൻ്റെ മാംസം ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കുക. അത് നല്ലൊരു വൃത്തിയും വെടുപ്പുമുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മാംസം കട്ട് ചെയ്തിട്ട് ആളുകൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഒരു രീതി ചെയ്യുക. അല്ലാതെ ഇപ്പം ഈ തിരുവനന്തപുരത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് റോഡ് സൈഡിലെല്ലാം ഇതിനെ വെച്ച് അറക്കുന്നതൊക്കെ. അതൊക്കെ തെറ്റായ കാര്യമാണ്. ഇതിന് പ്രത്യേക അറവ് ശാലയുണ്ട്. ആ അറവുശാലയെ കൊണ്ട് അറുത്തിട്ട് അതിനെ നീറ്റായ രീതിയിൽ തന്നെ അതിൻ്റെ സെയിൽ നടത്തുക. ഇപ്പം ഞാൻ നിൽക്കുന്നത് തെലങ്കാനയിൽ നൽഗോണ്ട ഡിസ്ട്രിക്റ്റിൽ ദേവർഗോണ്ട മണ്ഡലത്തിൽ ഗുറപ്തണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ആ വില്ലേജിലാണ് ഇത്രയും ആനിമൽസിനെ ഞാൻ കണ്ട ഇത്രയും പശുക്കൾ. ഇത് പശുവാണ്. അപ്പോൾ ഇതിൻ്റെ പാല് വളരെ കുറവാണ്. 1-2 ലിറ്റർ. ഇതിൻ്റെ പശുവിൻ്റെ പാല് വലുതായിട്ട് ആളുകൾ ഇവിടെ ഉപയോഗിക്കാറില്ല. ഇവിടെ എരുമയുടെ പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന കാര്യം ഈ ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാവരും മാംസം കഴിക്കുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ ബീഫ് കഴിക്കുന്ന ആളുകളാണ്. ഹിന്ദുസും എൻ്റെ കൺസെപ്റ്റിലൊരു 60% ഹിന്ദുസും ബീഫ് കഴിക്കുന്നുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കഴിക്കുന്നവർ തന്നെയാണ്. അപ്പം ആ കഴിക്കുന്നവർ കഴിച്ചോട്ടെ, അവരുടെ ആവശ്യമാണ്. ഇത് കഴിച്ചില്ലെങ്കിൽ എത്ര നമുക്ക് നമ്മുടെ ഒരു വ്യവസായ മേഖല തന്നെയാണ് തകരുന്നത്. കാര്യം ഇത്രയും രൂപയുടെ സെയിൽ നഷ്ടപ്പെട്ടു പോവാണ്. ഇത്രയും രൂപയുടെ കച്ചവടമാണ് അവിടെ ഇല്ലാതാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഞങ്ങളുടെ സ്ഥലത്ത് ഞായറാഴ്ചകളിലാണെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര കണക്കിന് ആയിരക്കണക്കിന് പശുവിനെയും ആടിനെയും ഈ പറയുന്ന എരുമയും പോത്തിനെയും ഒക്കെ കൊണ്ടുവരുന്നത്. പശുവിനെയും പോത്തിനെയും എരുമയും എല്ലാത്തിനെയും കൊണ്ടുവന്ന് അതിൻ്റെ സെയിലിന് വേണ്ടി കൊണ്ടുവരുന്നത്. അത് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് ഹൈദരാബാദിലും അങ്ങനെ എല്ലാ ഏരിയകളിലോട്ട് അത് ആളുകൾ കഴിക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വേണ്ട, ആ ബിസിനസ് വേണ്ട, അതിനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് എൻ്റെ കയ്യിലൊരു 100 പശുവുണ്ട്, ഒരു 50 പോത്ത് കാളയുണ്ട്. ഞാനിപ്പോൾ അതിനെ വിൽക്കണമെന്ന് പറഞ്ഞാൽ എനിക്കത് വിറ്റേ പറ്റത്തുള്ളൂ. എൻ്റെ ജീവിതമാർഗ്ഗത്തിന് വേണ്ടി അത് വിറ്റേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ വിൽക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഹാരം ഇത് വേണ്ടവർ കഴിക്കട്ടെ, താല്പര്യമുള്ളവർ കഴിക്കട്ടെ, വേണ്ടാത്തവർ കഴിക്കണ്ട എന്ന് വെച്ചാൽ കഴിക്കുന്ന ആളുകളെ നമ്മൾ വിലക്കാൻ പോകണ്ട, കഴിക്കാത്ത ആളുകളെ നിർബന്ധിച്ച് കഴിപ്പിക്കാനും പോകണ്ട. അത് ആഹാരം അവരവരുടെ ഇഷ്ടമാണ്, അതിനെ നമ്മൾ വിലക്കേണ്ട കാര്യമില്ല. എൻ്റെ കൺസെപ്റ്റിൽ ഒരു വലിയൊരു വ്യവസായ മേഖലയാണ് ഇങ്ങനെ ഈ ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ തകരുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയല്ല, നമ്മുടെ വേൾഡിൽ തന്നെ ഒരു ആഹാരത്തിൻ്റെ ഒരു മെയിൻ ഘടകമാണ് ബീഫ് എന്ന് പറയുന്നൊരു സാധനം. അപ്പോൾ അത് ആളുകൾ കഴിക്കുന്നവർ കഴിക്കട്ടെ, ഇല്ലാത്തവർ വേണ്ട. എന്നാലും ആ മേഖല തകർന്നു പോകാൻ നമ്മൾ കാരണമാകരുത്. ഫുഡിൻ്റെ ഇഷ്ടമുള്ള ആഹാരം കഴിക്കുന്നത് അവരവരുടെ അവകാശമാണ്. നന്ദി, നമസ്കാരം.